സോ നമുക്ക് വളരെ വേഗം തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്കല്ല, അടുത്ത ടൂളിലേക്ക് നമുക്ക് പോവാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. എടാ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലടാ, ബോണ്ടുകളുടെ വിൽപ്പന. ഇത്രയേ ഉള്ളൂ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതായത് ഇവിടെ RBIയുടെ കയ്യിൽ കുറെ ബോണ്ടുകൾ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. സോ ആളുകളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, ഈ ക്യാഷ് കാരണം ഡിമാൻഡ് കൂടുന്നുണ്ട്, ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ RBI ഒരു കാര്യം ചെയ്യും. RBI അവരുടെ കയ്യിലിരിക്കുന്ന ബോണ്ടുകളെ മാർക്കറ്റിലേക്ക് വിൽക്കും. ഇപ്പൊ ആൾക്കാർക്ക് എന്താ ഗുണം? ആൾക്കാർക്ക് കയ്യിൽ ക്യാഷ് ഇരുന്നാൽ അത് വെറുതെ അവിടെ ഇരിക്കും. മറ്റേത് RBIയിൽ നിന്നൊരു ബോണ്ട് വാങ്ങിയാൽ ആൾക്കാരുടെ ക്യാഷ് ബാങ്കിൽ ഭദ്രമായി ഇരിക്കുകയും ചെയ്യും. അതിന് പുറമെ ഈ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭം, ബോണ്ടിന്റെ ലാഭത്തിന് ഈൽഡ് എന്നാണ് നമ്മൾ പറയട്ടെ. ഇതിന് മുമ്പുള്ള എക്കണോമിക്സ് ക്ലാസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഈൽഡ് ആൾക്കാർക്ക് കിട്ടുകയും ചെയ്യും. എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്, ഈ 1000 രൂപ ഞാൻ 1000 വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് 1000 തന്നെ ഇരിക്കും. മറ്റേത് ഞാനൊരു ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഞാനൊരു ഒരു 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 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ബോണ്ട് ഞാൻ വാങ്ങി സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാസം തോറും എനിക്ക് എന്ത് ചെയ്യും? 10 രൂപ വീതം കിട്ടുകയും ചെയ്യും, 100 രൂപ വീതം കിട്ടുകയും ചെയ്യും. എൻ്റെ 1000 രൂപ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഈ ബോണ്ട് കൊണ്ട് ബാങ്കിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 1000 രൂപ എനിക്ക് കിട്ടുകയും ചെയ്യും. സോ ആൾക്കാർ എന്ത് ചെയ്യും? ബോണ്ടുകൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ ബോണ്ട് വാങ്ങും. ഇല്ലേ, നിങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിനകത്തൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ. എനിവേ, ഈ ബോണ്ടുകൾ മാർക്കറ്റിലേക്ക് വിൽക്കപ്പെടുന്ന സമയത്ത് ആൾക്കാർ ബോണ്ടുകളെ വാങ്ങും. ബോണ്ട് വെറുതെ കിട്ടത്തില്ലല്ലോ, കയ്യിലെ ക്യാഷ് കൊടുത്താലല്ലേ ബോണ്ട് കിട്ടത്തുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ കയ്യിലെ ക്യാഷിന്റെ അളവ് കുറയും. ബോണ്ട് കൊണ്ട് കടയിൽ കൊടുത്ത് നമുക്ക് ബോണ്ട വാങ്ങി കഴിക്കാൻ കഴിയില്ല, ക്യാഷ് കൊടുത്താലേ പറ്റത്തുള്ളൂ. സോ കയ്യിൽ ക്യാഷിന്റെ അളവ് കുറയുന്നതോടുകൂടി മണി സപ്ലൈ കുറയും. സോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനകത്ത് ബോണ്ടുകൾ വിൽക്കുന്ന സമയത്ത് നമ്മളല്ല, ബാങ്ക് അഥവാ RBI ബോണ്ടുകളെ മാർക്കറ്റിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ, ഇഫ് RBI സെൽ ചെയ്യുന്നു, ഇവിടെ പേന വന്നില്ല, RBI സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലെ മണി സപ്ലൈ എന്ത് ചെയ്യും? കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? നേരെ മറിച്ച് നിങ്ങളുടെ ഒന്നും കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ RBI വിചാരിക്കുകയാണ് പാവം ആൾക്കാർക്ക് കുറെ ക്യാഷ് കൊടുക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോണ്ട് തിരിച്ചു വാങ്ങും, അല്ലേ? അതായത് ഇപ്പോ ഈ ബോണ്ട് തരുന്നവന് ഇത്ര രൂപ ഞാൻ തരാം. അല്ലെങ്കിൽ RBI പൊതുവെ എന്ത് ചെയ്യൂടാ, ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അങ്ങ് കുറയ്ക്കും. ഈ മറ്റ് അത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത്, ഈൽഡിനെ എഫക്ട് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. സോ എനിവേ, ഈൽഡ് കുറയുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ആരും കയ്യിൽ ഈ ബോണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ തയ്യാറാവില്ല. സോ നമ്മൾ പൊതുവെ എന്ത് ചെയ്യൂടാ, ഈ ബോണ്ട് കൊണ്ടുവന്ന് RBIയിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് ക്യാഷ് നമ്മളിങ്ങനെ വാങ്ങും. സോ നമ്മുടെ കയ്യിൽ എന്ത് കൂടും? മണി സപ്ലൈ കൂടും. ഇഫ് RBI ബൈ ചെയ്യുന്ന സമയത്ത് മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സോ എനിവേ, ഒന്നുകിൽ RBI ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ മാർക്കറ്റിലെ പൈസ കൂട്ടും, അല്ലെങ്കിലോ മാർക്കറ്റിലെ പൈസ കുറയ്ക്കും. ഓക്കെ അല്ലേ? ഇനി ഇതിന് ഇടയ്ക്ക് നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പോൾ അതായത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കടമെടുക്കണമെന്ന് വിചാരിച്ചു RBIയിൽ നിന്ന്. അപ്പൊ വെറുതെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ RBI ഇവർക്ക് ക്യാഷ് കൊടുക്കത്തില്ല. പകരം എന്തെങ്കിലും ഈട് വെക്കണം, ഇല്ലേ? അപ്പൊ നമ്മൾ ഗോൾഡ് കൊണ്ട് ഈട് വെക്കുമ്പോഴാണ് നമുക്ക് ഗോൾഡ് ലോൺ കിട്ടുക. ഇതുപോലെ നമ്മൾ കൊലാറ്ററൽ, ഇംഗ്ലീഷിൽ കൊലാറ്ററൽ എന്ന് പറയും, കൊലാറ്ററൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുക. ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊലാറ്ററൽ RBIക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ക്യാഷ് വാങ്ങുക. പക്ഷെ ഈ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയിലെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RBI വിചാരിക്കുകയാണ് മാർക്കറ്റിലെ മണി സപ്ലൈ കുറയ്ക്കണം, മാർക്കറ്റിലെ മണി സപ്ലൈ കൂട്ടണം. ആയിക്കോട്ടെ, മാർക്കറ്റിലെ മണി സപ്ലൈ കൂട്ടണം. നമുക്ക് കൂട്ടുന്ന കാര്യം പറയാം. മാർക്കറ്റിൽ മണി സപ്ലൈ കൂട്ടണമെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ നല്ല രീതിയിൽ ക്യാഷ് വരണം. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ നല്ല രീതിയിൽ ക്യാഷ് വരണമെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യണം? അവരുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റീസ് കൊണ്ടുവന്ന് കൊലാറ്ററലായി RBIയിൽ വെച്ചിട്ട്
RBIയിൽ നിന്ന് ലിക്വിഡ് മണി ഇവരെടുക്കണം. പക്ഷേ നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഒരു പരിധിക്കപ്പുറം അവരുടെ അസറ്റുകളൊന്നും RBIയിലേക്ക് വെക്കാൻ തയ്യാറാകാതിരിക്കുന്ന സമയത്ത് RBI പറയും, എടാ കുട്ടന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളുടെ കൊലാറ്ററൽ വെക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള SLR ഉണ്ടല്ലോ, ഈ SLRന്റെ ഒരു 2% മറ്റോ എടുത്ത് നിങ്ങൾക്ക് എന്തായിട്ട് വെച്ചോ, നിങ്ങൾ കൊലാറ്ററൽ. ഓൾറെഡി SLR അനങ്ങാതെ അവിടെ ഇരിക്കുന്ന സാധനമാണ്. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നിങ്ങൾ ഈ ഒരു മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് തരാം, പലിശ തരാമെന്ന് പറയുന്നു. സോ SLR യൂസ് ചെയ്തുകൊണ്ട് RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കടം വാങ്ങുന്നതിന് പറയുന്ന പേരാണ്, അതിനുള്ള ഒരു സെറ്റപ്പിന്റെ പേരാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഈ SLR, നമ്മുടെ SLR അല്ലല്ലോടാ, നമ്മുടെ സ്റ്റാൻഡിങ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി. സ്റ്റാൻഡിങ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ ഈ റിവേഴ്സ് റിപ്പോയ്ക്ക് പകരം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഈ സ്റ്റാൻഡിങ് റിവേഴ്സ് റിപ്പോ പ്രകാരം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ കയ്യിലെ ക്യാഷ് കൊണ്ടുവന്ന് RBIയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് RBI ഇവർക്ക് ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ പോരാ, RBI കുറെ സെക്യൂരിറ്റി ബോണ്ടുകളും മറ്റുമൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കണം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാൻഡിങ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രകാരം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയിൽ നിന്ന് ലോൺ എടുക്കുകയാണ് എങ്കിൽ RBI യാതൊരുവിധ കൊലാറ്ററലും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു കൊലാറ്ററലും ഇല്ലാതെ RBIയിൽ നിന്ന് ക്യാഷ്, അതായത് എടാ RBI നമുക്ക് ഒരു കൊലാറ്ററലും തരുന്നില്ല, വെറുതെ RBIക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം, ഇത് നഷ്ടമല്ലേ എന്ന് ഇതിനകത്ത് റിസ്ക് കൂടുതലില്ലേ എന്ന് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വിചാരിക്കില്ലേ? അപ്പൊ കൊലാറ്ററൽ ഇല്ലാതെ ഈ ബാങ്കുകൾ കൊണ്ടുവന്ന് RBIയിൽ പൈസ ഇട്ട് കൊടുക്കുമോ? ഇട്ട് കൊടുക്കാൻ സാധ്യത ഇല്ലല്ലോ. അപ്പൊ SDF വർക്കാവാൻ സാധ്യത ഇല്ലല്ലോ. റിവേഴ്സ് റിപ്പോ ആണല്ലോ കുറച്ചുകൂടെ സേഫ്, കാര്യം നമ്മുടെ കയ്യിൽ സെക്യൂരിറ്റി കൊലാറ്ററലായി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഈ റിവേഴ്സ് റിപ്പോയിലെ കൂടുതൽ ആശ്രയിക്കുക എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ അവിടെയാണ് നമ്മൾ RBIയുടെ മറ്റൊരു കളി. RBI വർഷങ്ങളായിട്ട് നമ്മളെ ഈ പറയുന്ന റിവേഴ്സ് റിപ്പോയുടെ റേറ്റ് കൂട്ടിയിട്ടില്ല. ഇന്ത്യയിലെ റിവേഴ്സ് റിപ്പോ ഇപ്പോഴും 3.35%. ഇത് നേരത്തെയുള്ള വാല്യൂ, അത് അങ്ങനെയാണ് നമ്മൾ നിർത്തിയിരിക്കുക. എന്നാൽ ഈ പറയുന്ന SDFന്റെ റേറ്റ് ഇപ്പൊ 6% കടന്നു, 6.5% മേലെയായി. വിച്ച് മീൻസ് ബാങ്കുകൾക്ക് റിവേഴ്സ് റിപ്പോയിൽ വേണമെങ്കിൽ അവർക്ക് പൈസ വയ്ക്കാം, പൈസ വാങ്ങാം. പക്ഷെ റിവേഴ്സ് റിപ്പോ പ്രകാരം അവർ പൈസ എടുത്താൽ അവർക്ക് കൊലാറ്ററൽ കിട്ടും. RBI അവർക്ക് കൊലാറ്ററൽ കൊടുക്കും. പക്ഷേ അവർക്ക് ഈ ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ RBI പലിശയും കൊടുക്കുമല്ലോ. 100 രൂപ RBIക്ക് കൊടുക്കുന്ന സമയത്ത് RBI അവർക്ക് കൊലാറ്ററലും കൊടുക്കും, പകരം മാസം 3.5 രൂപ പലിശയെ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ 3 രൂപ പലിശയെ കൊടുക്കത്തുള്ളൂ. അതേസമയം SDFൽ വെക്കുകയാണെങ്കിലോ RBI കൊലാറ്ററലൊന്നും തരത്തില്ല, പക്ഷേ 6.5 രൂപ, ഇതിന്റെ ഏകദേശം ഇരട്ടിയോളം പലിശ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് കണക്ക് നമ്മളെ പോലുള്ള ആൾക്കാരല്ല RBI. സോ RBI നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കൊലാറ്ററൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി റിവേഴ്സ് റിപ്പോയിൽ വെച്ച് കഴിഞ്ഞാൽ പകുതിയോളം മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. അതേസമയം SDFൽ നമ്മൾ വെക്കുകയാണെങ്കിലോ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. സോ സ്വാഭാവികമായും ബാങ്കുകൾ എന്തിലേ വെക്കത്തുള്ളൂ? SDFലേ വെക്കത്തുള്ളൂ അല്ലേ? അപ്പൊ RBI ആരെയും നിർബന്ധിക്കുന്നില്ല, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷെ നിലവിൽ ഇൻട്രസ്റ്റ് റേറ്റ് SDFന് കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട്, റിവേഴ്സ് റിപ്പോയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അനക്കാതെ അവിടെ തന്നെ വെച്ചേക്കുന്നത് കൊണ്ട് ബാങ്കുകൾ പൊതുവെ പറയും നമുക്ക് SDFൽ ക്യാഷ് തന്നാൽ മതി. അതായത് RBI കൊലാറ്ററലൊന്നും തരണ്ട, നമ്മൾ കയ്യിലിരിക്കുന്ന ക്യാഷ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് തന്നാൽ മതി എന്ന് പറയും. സോ ഇന്ന് റിവേഴ്സ് റിപ്പോ അധികം ആക്റ്റീവ് അല്ല കേട്ടോ, SDF ആണ് കൂടുതലുള്ളത്. ഇതൊക്കെയാണ് ബാങ്കുകൾ എടുക്കുന്ന ഈ പറയുന്ന മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബാങ്കുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ. സോ അടുത്ത് നമുക്ക് ഫിസ്ക്കൽ പോളിസീസിലേക്ക് വരാം. ഫിസ്ക്കൽ പോളിസീസ് അഥവാ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ. സോ എന്താണ് ഫിസ്ക്കൽ പോളിസി? നമ്മൾ പറഞ്ഞു, പൊതുവേ സർക്കാർ ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ എക്സസ് മണി അബ്സോർവ് ചെയ്യാനാണ് പൊതുവേ ബാങ്കുകൾ ശ്രമിക്കുന്നത് എങ്കിൽ, നേരെ മറിച്ച് ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ മണി എത്തിക്കാനാണ് നമ്മുടെ സർക്കാരുകൾ ശ്രമിക്കുക. അഥവാ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ് പൊതുവെ ഈ സർക്കാരുകൾ ചെയ്യുക. പക്ഷെ എന്നാൽ കോൺട്രാക്ഷണറിയും ചെയ്യാറുണ്ട്, പറ്റത്തില്ല എന്നുള്ളതല്ല, പറ്റും, ചെയ്യാറുണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് ഫിസ്ക്കൽ പോളിസി
നമുക്കറിയാം എന്താണ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ, സേവിങ്സ് കൂട്ടുക, ഇൻഫ്ലേഷൻ കുറയ്ക്കുക, എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ? ഒന്ന് ഡെഫിസിറ്റ് പോളിസി, മറ്റൊന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് ടാക്സേഷൻ, മറ്റൊന്ന് പബ്ലിക് ഡെറ്റ്. ഡെഫിസിറ്റ് പോളിസി. ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സാധനമാണ്, ടാക്സേഷൻ പോളിസി. നമ്മൾ ടാക്സേഷനെ കുറിച്ച് വിശദമായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല. എങ്ങനെയാണ് ടാക്സ് നമ്മളെ ഫിസ്ക്കൽ പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടാക്സിനെ കുറിച്ച് പ്രത്യേക ഒരു ടോപ്പിക് ആയിട്ട് തന്നെ എടുക്കാനുള്ളതാണ്, നമ്മളത് നോക്കുന്നില്ല. എനിവേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതെന്തൊക്കെയാണ് ഈ പറയുന്ന ഫിസ്ക്കൽ പോളിസി ടൂളുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡെഫിസിറ്റ് പോളിസി. ഡെഫിസിറ്റ് പോളിസി പൊതുവേ നമ്മൾ ഒരു എക്സ്പാൻഷണറി ഫിസിക്കൽ ഫിസ്ക്കൽ പോളിസി ആയിട്ടാണ് ചെയ്യുക. അതായത് രാജ്യം ഭയങ്കരമായി സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന സമയത്ത് സർക്കാർ മുന്നിലോട്ട്, അപ്പോൾ രാജ്യം സാമ്പത്തികമായി താഴെയാണ്, ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ആൾക്കാർ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നില്ല, സാധനമൊന്നും വിറ്റഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസ് ഒന്നും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ മക്കളെ? നമ്മുടെ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി ഒരുപാട് ക്യാഷ് സർക്കാർ ചെലവാക്കും. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഒന്നും അധികം ഇല്ലായിരിക്കുന്ന സമയത്ത് സർക്കാർ നല്ല രീതിയിൽ റോഡുകൾ വികസിപ്പിക്കും, നല്ല പണികൾ നടത്തും, ഇൻഫ്രാസ്ട്രക്ചർ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന്, ഈ വർക്കിന്റെ ഭാഗമായി ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. ജോലി കിട്ടുന്നവരുടെയൊക്കെ കയ്യിലേക്ക് ക്യാഷ് എത്തും. സോ മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്തു. മറ്റൊന്ന്, നമ്മളെ വീടിനടുത്ത് കിടക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, അവിടെ വല്ലപ്പോഴും ആരെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു, അതിന് സൈഡിൽ ഒരു ജ്യൂസ് കടയോ മറ്റോ തുടങ്ങാൻ നമുക്ക് വലിയ താല്പര്യം കാണത്തില്ല. പെട്ടെന്ന് നമ്മുടെ റോഡ് അങ്ങോട്ട് വീതി കൂട്ടി, റോഡ് നന്നായിട്ട് വികസിച്ചു. അപ്പോൾ ഇവിടെ കൂടെ കൂടുതൽ ആൾക്കാർ, അപ്പുറം ഇപ്പുറം ഉള്ള പൊളിഞ്ഞ റോഡുകളിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് നമ്മുടെ നല്ല റോഡിലൂടെ പോകാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ റോഡിൽ തിരക്ക് നന്നായി കൂടി. സോ ഈ സമയത്ത് നമുക്കൊരു ഐഡിയ വരും, റോഡിൽ നല്ല തിരക്കുണ്ട്, നമുക്കൊരു ജ്യൂസ് കട സൈഡിൽ തുടങ്ങിയാലോ അല്ലേ? സോ കൂടുതൽ ബിസിനസ്സുകൾ നിലവിൽ വരും. സോ വെൻ ഗവൺമെന്റ് ഈസ് ഇൻക്രീസിങ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൊക്കെ കൂടുതലായിട്ട് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? കൂടുതലായിട്ട് പ്രൈവറ്റ് പാർട്ടീസ് ഇതിലേക്ക് ഇൻവോൾവ് ആവുകയും അവരുടെ ബിസിനസ്സിൽ പങ്കെടുക്കുകയും കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുകയും കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ സാധനങ്ങളും സാമഗ്രികളും ഡിമാൻഡ് ചെയ്യുകയും ഈ ഡിമാൻഡ് കാരണം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന കമ്പനീസ് മറ്റൊക്കെ കൂടുതലായിട്ട് അവരുടെ ജോലിക്കാരുടെ എണ്ണം കൂട്ടുകയും കമ്പനീസ് എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. സർക്കാരിന് കൂടുതൽ ടാക്സ് കിട്ടും, ഇത് നമ്മളെ ലാഭത്തിലേക്ക് എത്തിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. സോ ഡെഫിസിറ്റ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പുറത്ത് നിന്ന് കടം വാങ്ങിയായാലും എക്സ്പെൻഡിച്ചർ ചെയ്യും. അതായത് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിക്കും, നിങ്ങൾ ബഡ്ജറ്റിനകത്ത് വളരെ വിശദമായിട്ട് പഠിക്കും. ബഡ്ജറ്റിനകത്ത് നമ്മൾ പൊതുവെ ഇപ്പോൾ 100 രൂപയാണ് അടുത്ത വർഷം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എങ്കിലും നമ്മൾ 120 രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതായത് 20 രൂപ നമ്മളതിൽ ഇല്ല, ഡെഫിസിറ്റ് ആണ്. വി ഹാവ് 20 rupees ഡെഫിസിറ്റ്, ബട്ട് സ്റ്റിൽ വി വിൽ ഗോ ഫോർ ദ ഡെഫിസിറ്റ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് പോളിസി. എന്തിനാ? ഈ 20 രൂപ നമ്മളുടെ ഡെഫിസിറ്റ് എടുത്തിട്ട് ഈ പൈസ എവിടെ നിന്നെങ്കിലും നമ്മൾ കടം വാങ്ങി കൊണ്ടുവന്നിട്ട് വി വിൽ സ്പെൻഡ് ദിസ് മണി ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് റോഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാഷ് ഉപയോഗിക്കും. സോ ഡെഫിസിറ്റ് പോളിസി ഒരു നല്ലതാണോ? അഥവാ 100 രൂപയെ നമുക്ക് വരുമാനം വരാൻ സാധ്യതയുള്ളൂ, പക്ഷെ നമ്മൾ 120 രൂപയുടെ ചെലവ് പ്ലാൻ ചെയ്യുന്നു. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതാകാം, ചീത്തയുമാകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫോർ വാട്ട് പർപ്പസ് വി ആർ സ്പെൻഡിങ് ദ അഡീഷണൽ 20 rupees. അല്ലേ? നമുക്ക് ഇവിടെ 20 rupees ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ആ 20 രൂപ നമ്മൾ എന്തിനു വേണ്ടി ചിലവാക്കുന്നു? നമ്മുടെ ആ 20 രൂപ നിങ്ങൾ ബഡ്ജറ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന 2 തരം ചിലവുകളുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെലവ് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടും. ഫോർ എക്സാമ്പിൾ റെയിൽവേയിലേക്ക് വേണ്ടി ഇന്ന് നമ്മൾ കുറച്ച് ക്യാഷ് ഇറക്കിയാലും എന്തേ, നമുക്ക് ഒരു പുതിയ ട്രെയിൻ നമ്മൾ കൊണ്ടുവന്നു, ശരിയാണ്, കുറെ ക്യാഷ് ചിലവാകും, പക്ഷെ ഇനി വരുന്ന വർഷങ്ങളോളം നമുക്ക് അതിൽ നിന്ന് ഇൻകം വരും. അല്ലേ? ഒരു റോഡ് പണിതു, ക്യാഷ് ചിലവാകും, ശരിയാണ്, പക്ഷെ ആ റോഡിൽ നിന്ന് നമുക്ക് വരുമാനം ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. മറിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാൻ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ പൈസ നമ്മൾ ചിലവാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കടം വാങ്ങി സർക്കാർ ശമ്പളം കൊടുക്കുന്നു. മണ്ടത്തരമില്ലേടാ, മണ്ടത്തരമില്ലേ? അപ്പൊ സർക്കാർ കടം വാങ്ങി റെയിൽവേ പണിയുന്നു, നല്ലതാണ്. കാര്യം കൂടുതൽ ട്രെയിൻ വരുമ്പോൾ, കൂടുതൽ റെയിൽവേ നന്നാവുമ്പോൾ കൂടുതൽ ആൾക്കാർ ട്രെയിനിൽ കയറും, കൂടുതൽ ക്യാഷ് സർക്കാരിന് കിട്ടും. മറ്റേത് കൂടുതൽ പൈസ കടം വാങ്ങി ശമ്പളം കൊടുത്തു കഴിഞ്ഞാലോ, ശമ്പളം കൊടുത്ത പൈസ ഒക്കെ പോയില്ലേ, കയ്യിൽ നിന്ന് പോയില്ലേ, പോയി. കൂടുതൽ ക്ഷേമ പെൻഷൻസ്, കൂടുതൽ എന്താ പറയുക സബ്സിഡീസ്, ഈ സാധനങ്ങളൊക്കെ കടം വാങ്ങിയ പൈസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് എത്തിക്കും അല്ലേ? സോ ഡെഫിസിറ്റ് പോളിസി ഈസ് ഗുഡ് ഇഫ് വി ആർ യൂസിങ് ദ ഡെഫിസിറ്റ് എമൗണ്ട് ഫോർ, അല്ലെങ്കിൽ ദ അഡീഷണൽ എമൗണ്ട് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ വളർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ അഡീഷണൽ എമൗണ്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവർ ദിസ് ഡെഫിസിറ്റ് പോളിസി ഈസ് ഗുഡ്. മനസ്സിലാവുന്നുണ്ടോടാ? ശരി. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. നിങ്ങൾ ബഡ്ജറ്റിൽ പഠിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇത്രയും മതി. നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാൻ സാധ്യതയുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്ക് പൈസ കിട്ടാൻ സാധ്യത ഇല്ലാത്തത് പെൻഷൻ പോലെയുള്ള സബ്സിഡി പോലെയുള്ള സാധനങ്ങൾ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഡെഫിസിറ്റ് പോളിസി എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. സോ ഡെഫിസിറ്റ് പോളിസി എടുത്തായാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്തു കഴിഞ്ഞാൽ അത് എക്കണോമിക് ഗ്രോത്തിന് കാരണമാകും. കോവിഡാനന്തരം, കോവിഡ് കഴിഞ്ഞ സമയത്ത് സർക്കാർ നന്നായിട്ട് ക്യാഷ് എക്സ്പെൻഡിച്ചർ, നന്നായി പൈസ ചിലവാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് കൂടുതൽ പൈസ ചിലവാക്കിയത് ശമ്പളം കൊടുക്കാൻ, ശമ്പളം കൂട്ടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ കൂട്ടുകയോ അല്ല സർക്കാർ ചെയ്തത്. ക്ഷേമ പെൻഷൻസ് കൂട്ടുകയോ, ആൾക്കാർക്ക് കുറെ വെറുതെ കോവിഡായിട്ട് വെറുതെ വീട്ടിൽ ഇരുന്നവരല്ലേ കുറെ ക്യാഷ് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ക്യാഷ് ഇട്ട് കൊടുക്കുകയോ അല്ല സർക്കാർ ചെയ്തത്. പിന്നെ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഭയങ്കരമായി കൂട്ടി. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്കണോമി പിക്കപ്പ് ചെയ്ത് വന്നു. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. നന്നായിട്ട് എക്കണോമി പെട്ടെന്ന് തന്നെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഇൻഫ്രാസ്ട്രക്ചർ നന്നായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതേ ഉള്ളൂ ഡെഫിസിറ്റ് പോളിസി. അത് സർക്കാരിന്റെ ഒരു പോളിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു, ഫിസ്ക്കൽ പോളിസിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക്കിന് വേണ്ടി ഈ പൈസ ചിലവാക്കുന്നതിന് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഓക്കെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ചെയ്യാതിരിക്കാൻ കഴിയില്ല, പക്ഷേ ബെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ തന്നെ ടാക്സേഷൻ പോളിസി, ടാക്സ്. ഈ ടാക്സേഷൻ ആണ് പ്രധാനമായിട്ടുള്ള ഒരു ടൂൾ സർക്കാരിന്റെ. നോക്കിയാ മാർക്കറ്റില് മണി ഒരുപാട് കൂടി വരുന്ന സമയത്ത് സർക്കാർ എന്ത് ചെയ്യുന്നറിയോ? സർക്കാർ ടാക്സ് കൂട്ടും. ഒന്ന്, ടാക്സ് കൂട്ടും. രണ്ട്, കൂടുതൽ ആൾക്കാരെയും സാധനങ്ങളെയും സാമഗ്രികളൊക്കെ ടാക്സിന് അണ്ടറിൽ കൊണ്ടുവരും. നേരത്തെ ടാക്സ് വേണ്ടായിരുന്ന സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ ടാക്സ് കൊണ്ടുവരും. ഇങ്ങനെ ടാക്സ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന മണി, പൈസ സർക്കാരിലേക്ക് എത്തും. സോ മണി സപ്ലൈ മാർക്കറ്റിൽ കുറയും. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ. ഡിമാൻഡ് കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും, ഗ്രോത്ത് കുറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ. നേരെ മറിച്ച് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ആവശ്യത്തിനില്ല, മാർക്കറ്റിലേക്ക് കുറെ ക്യാഷ് പമ്പ് ചെയ്യണം. അപ്പൊ സർക്കാർ എന്താ ചെയ്യുക? സർക്കാർ പൊതുവെ ചെയ്യുന്നത് ടാക്സ് അങ്ങോട്ട് കുറയ്ക്കും. ടാക്സ് കുറയ്ക്കുമ്പോൾ മാർക്കറ്റിലേക്ക് കൂടുതൽ ക്യാഷ് എത്തും. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വായിക്കുക. അതുപോലെ തന്നെ പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് പൊതു കടമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ, ഇതും ഒരു ഫിസ്ക്കൽ പോളിസിയാണ്. പബ്ലിക് ഡെറ്റ് എന്ന് പറയുമ്പോൾ പൊതു കടം. ഈ കടം വാങ്ങുന്നത് സർക്കാരാണല്ലോ. സർക്കാർ ഈ കടം വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെന്റിനാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ളതാണ്. എനിവേ, പിന്നെ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ പബ്ലിക് ഡെറ്റ് ഉള്ളത്. ഒന്ന് ഇന്റേണൽ ഡെറ്റ്, രണ്ട് എക്സ്റ്റേണൽ ഡെറ്റ്. ഇന്റേണൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള എൻറ്റിറ്റീസിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതിനെയാണ് എന്താ പറയുക? ഇന്റേണൽ ഡെറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ കേരള ഗവൺമെന്റ് എടുക്കാം. കേരള ഗവൺമെന്റ് ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് മാൻ്റെ കയ്യിൽ നിന്നോ, യൂസഫ് അലിയുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ അംബാനിയുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന കിഫ്ബിയിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് തന്നെയൊക്കെ കടം വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ഇന്റേണൽ ഡെറ്റാണ്. നേരെ മറിച്ച് എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന്, നമ്മുടെ രാജ്യത്തിന് പുറത്ത് നിന്ന് നമ്മൾ കടം വാങ്ങുന്നതാണ് എക്സ്റ്റേണൽ ഡെറ്റ്. എപ്പോഴും സൂക്ഷിച്ചുകൊള്ളുക, സർക്കാർ പൊതുവെ, നല്ല സർക്കാരുകളൊന്നും പൊതുവെ പുറത്ത് നിന്ന് കടം വാങ്ങാറില്ല. വളരെ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഇവർ എക്സ്റ്റേണൽ ഡെറ്റ്, പുറത്തു നിന്നുള്ള കടങ്ങൾ വാങ്ങാറുള്ളൂ. അതായത്
സർക്കാരിന്റെ എക്സ്റ്റേണൽ ഡെറ്റ് പൊതുവെ കുറവാണ്. പിന്നെ കൂടുതലും പുറത്തുനിന്ന് കടം വാങ്ങുന്ന ആരായിരിക്കും? ഈ ബിസിനസ് പീപ്പിൾസ് ആയിരിക്കും, അഥവാ പ്രൈവറ്റ് സെക്ടറിനായിരിക്കും എക്സ്റ്റേണൽ ഡെറ്റ് കൂടുതൽ. ഓക്കെ, സർക്കാരിന് ഇന്റേണൽ ഡെറ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതൽ. അതുപോലെ നമുക്ക് ഈ പറയുന്ന പോളിസികളെ വേറെ രണ്ട് രീതിയിൽ കൂടെ നമുക്ക് തിരിക്കാം. സർക്കാരിന്റെ ഈ പോളിസികളെ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി വേണോ കോൺട്രാക്ഷണറി വേണോ എന്നുള്ളതിന് നമുക്ക് രണ്ടായി വേറെ രീതിയിൽ തിരിക്കുകയാണ്. അതായത് പ്രോ സൈക്ലിക് എന്നും കൗണ്ടർ സൈക്ലിക് എന്നും രണ്ടായിട്ട് തിരിക്കാം. ഇതില് സാധാരണഗതിയിൽ കൗണ്ടർ സൈക്ലിക്കാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ബിസിനസ് സൈക്കിൾ ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് സൈക്കിൾ. ഈ ബിസിനസ് സൈക്കിളിനകത്ത് ഒരു രാജ്യത്തിന് ഇപ്പൊ വരുമാനം കൂടുന്നു എന്ന് വിചാരിച്ചു. വരുമാനം കൂടി, ഗ്രോത്ത് കൂടി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും കൂടും? ഇൻഫ്ലേഷനും കൂടും. ഇൻഫ്ലേഷൻ കൂടി വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇൻഫ്ലേഷൻ കൂടുകയാണെന്ന് വിചാരിച്ചോ. ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആണോ നമ്മൾ എടുക്കേണ്ടത്? കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആണോ? സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ കൂടിയാൽ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയാണ് എടുക്കേണ്ടത്, അഥവാ ആൾക്കാരുടെ കയ്യിലെ ക്യാഷ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? സോ ഇൻഫ്ലേഷൻ അഥവാ ഗ്രോത്ത് റേറ്റ് മേലേക്കാണ്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ആയിട്ടുള്ള ഒരു നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ ഇതിനെ നമ്മൾ കൗണ്ടർ ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും, അഥവാ കൗണ്ടർ സൈക്ലിക് ഫിസ്ക്കൽ പോളിസി എന്നൊക്കെ നമ്മൾ പറയും. കൗണ്ടർ സൈക്ലിക് ഫിസ്ക്കൽ പോളിസി. ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒക്കെ കുറയ്ക്കും. ഇത് കൗണ്ടർ സൈക്ലിക് ആണ്. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. നേരെ മറിച്ച് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അതായത് ഇൻഫ്ലേഷൻ അഥവാ മണി സപ്ലൈ, നമുക്ക് ഇൻഫ്ലേഷൻ മണി സപ്ലൈ എന്നൊക്കെ എഴുതാം. മണി സപ്ലൈ കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. ഇതാണ് സാധാരണഗതിയിൽ ഒരു കൗണ്ടർ സൈക്ലിക് ആക്ടിവിറ്റി. ഇങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ഇൻഫ്ലേഷൻ കുറവാണ്. ഇൻഫ്ലേഷൻ കുറവെന്ന് പറയുമ്പോൾ മണി സപ്ലൈ കുറവാണ് എങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എടുക്കണം, അല്ലേ? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടണം, അഥവാ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എടുക്കണം എന്നുള്ളതാണ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക. ഇതിനെ നമ്മൾ കൗണ്ടർ സൈക്ലിക് എന്നാ പറയാ, കൗണ്ടർ സൈക്ലിക്. എന്നാൽ ഇതിന് വിപരീതമായി സർക്കാരുകൾ പ്രവർത്തിക്കുന്ന അവസ്ഥയെ നമ്മൾ പ്രോ സൈക്ലിക് എന്ന് പറയാറുണ്ട് കേട്ടോ. പ്രോ സൈക്ലിക് അതായത് ഇൻഫ്ലേഷൻ കൂടുതലാണ്, അഥവാ മണി സപ്ലൈ കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ഗവൺമെന്റ് ഈസ് സ്പെൻഡിങ് മോർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, അഥവാ നമ്മളെ ഈ പറയുന്ന സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രോ സൈക്ലിക്. നേരെ മറിച്ച് മറുവശത്തേക്ക് വരുമ്പോഴത്തേക്ക് അപ്പൊ ഇത് കൗണ്ടർ സൈക്ലിക്, ഇത് പ്രോ സൈക്ലിക്. സൈക്ലിനോടനുസരിച്ച് ഒത്തുപോകുന്നു. പ്രോ സൈക്ലിക് എന്താ സംഭവിക്കുക? മണി സപ്ലൈ കുറവായിരിക്കുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മണി സപ്ലൈ കുറയുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ സർക്കാർ മണി സപ്ലൈ കുറയുന്ന സമയത്ത് എക്സ്പെൻഡിച്ചറും കുറയ്ക്കുകയാണെങ്കിൽ അതും പ്രോ സൈക്ലിക്കിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇത് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റൂടാ? ഈ കൗണ്ടർ സൈക്ലിക് സാധാരണ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് സാധാരണ അവസ്ഥയിൽ കാണാൻ പറ്റും. എല്ലാ സാഹചര്യങ്ങളിലും മണി സപ്ലൈ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നു, പൈസ കുറയ്ക്കാൻ നോക്കുന്നു, അഥവാ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിക്ക് നമ്മൾ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മണി സപ്ലൈ കുറയുന്ന സമയത്ത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിക്ക് ശ്രമിക്കുന്നു. ഇനി നേരെ മറിച്ച് ഈ പ്രോ സൈക്കിൾ, ഉദാഹരണത്തിന് നമുക്ക് ഇത് നോക്കാം. മണി സപ്ലൈ കുറവാണ്, ആ സമയത്ത് നമ്മൾ എക്സ്പെൻഡിച്ചറും കുറയ്ക്കുന്നു. എക്സാമ്പിൾ, സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഓൾറെഡി ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ഓൾറെഡി മണി സപ്ലൈ കുറവാണ്. പക്ഷേ ഈ സമയത്ത് എക്സ്പെൻഡിച്ചർ ചെലവഴിക്കാനുള്ള ക്യാഷ് ആരുടെ കയ്യിലും ഇല്ല? സർക്കാരിന്റെ കയ്യിലും ഇല്ല. മറ്റ് പല കാരണങ്ങളാലും സർക്കാരിന് ഡെറ്റും കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി അവര് ചെയ്യേണ്ടിയിരുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് സർക്കാർ ചെലവ് മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്തത്. രാജ്യത്തിന്റെ കയ്യിൽ പൈസ ഇല്ല, നമ്മളായിട്ട് വെറുതെ കുറെ പൈസ ചിലവാക്കി കളയണ്ട, നമുക്ക് ആ പൈസ കുറയ്ക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മണി സപ്ലൈ കുറഞ്ഞ സമയത്ത് ഗവൺമെന്റും എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് ചെയ്തത്. ഇത് പ്രോ സൈക്ലിക്കില് എന്താ പറയാ,
മണി സപ്ലൈ കുറഞ്ഞപ്പോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മണി സപ്ലൈ കൂടിയിട്ടും എക്സ്പെൻഡിച്ചർ കൂട്ടുന്ന സാഹചര്യത്തിന് എക്സാമ്പിൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. എക്സാമ്പിൾ ഇലക്ഷൻ ടൈമിലുള്ള ഗവൺമെന്റുകളുടെ ആക്ടിവിറ്റി. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്, ഈ സമയത്ത് മാർക്കറ്റിൽ നല്ല വിലക്കയറ്റമാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല രീതിയിൽ മണി സപ്ലൈ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് എക്സ്പാൻഷണറി ആക്ടിവിറ്റീസ് ഒന്നും സർക്കാർ കുറയ്ക്കത്തില്ല. കാര്യം ഇത് അവരുടെ ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, പൊതുവേ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് ഭയങ്കരമായ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടക്കും. 5 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ അവസാനത്തെ ഒരു വർഷമൊക്കെ ആയിരിക്കും ഭയങ്കരമായ ആക്ടിവിറ്റീസ്. ആദ്യത്തെ ഒരു 3 വർഷം ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് കാണും. ലാസ്റ്റ് 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പാൻഷണറി ആക്ടിവിറ്റീസ് ആണ്, അടുത്ത ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പറയുന്ന പ്രോസൈക്ലിക്. സോ ഒരു രാജ്യം ഇലക്ഷന് നേരിടുന്ന സമയത്തും ഗവൺമെന്റിന്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്ത സമയത്തും പ്രോസൈക്ലിക് ഫിസ്ക്കൽ പോളിസികളും മോണിറ്ററി പോളിസികളും അവർ പിൻപറ്റാറുണ്ട്. അതുപോലെ സാധാരണ അവസ്ഥകളിൽ അവർ കൗണ്ടർ സൈക്ലിക് ആണ് പിൻപറ്റുക. ഓക്കെ, ഇതുകൂടെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി ടൂളുകൾ. ദെൻ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു അവലോകനം കൊടുത്തിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള എന്താ പറയുക സാമ്യതകളും വ്യത്യാസങ്ങളും ഒക്കെ വിശദമായിട്ട് നമ്മൾ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ വ്യക്തമായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കീ ടൈമും വായിക്കുക, മനസ്സിലാക്കുക, ശേഷം അവയുടെ റിലേഷൻ, അവയുടെ കണക്ഷൻ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം നമ്മൾ കണ്ട PYQs നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് SLR കണ്ടോ, റിസർവ് ബാങ്ക് SLR 5 പോയിന്റ് കുറച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നാണ് ചോദിക്കുന്നത്. SLR കുറച്ചു കഴിഞ്ഞാൽ 5% SLR കുറച്ചതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDP ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയണം. ഭയങ്കരമായിട്ട് ഇൻക്രീസ് ബൂം സംഭവിക്കും. ശരിയാണോ? ഒരു കാരണവശാലും അത് ശരിയല്ല, തെറ്റാണ്. ഒരല്പം ആകെ ഒരു 50 പോയിന്റേ കുറച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും GDP ഒരിക്കലും അങ്ങോട്ട് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ആവത്തില്ല, തെറ്റാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മേ ബ്രിങ് മോർ ക്യാപിറ്റൽ ഇൻ ടു ദ കൺട്രി. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. SLR ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, ഇതിൽ ഈ പുറത്തു നിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്താ കാര്യം? അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. നോക്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് മേ കട്ട് ദെയർ ലെൻഡിങ് റേറ്റ്. ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് അവരുടെ പലിശ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എടാ, SLR കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ പൈസ ലെൻഡ് ചെയ്യാൻ ആർക്ക് കഴിയും? ബാങ്കുകൾക്ക് കഴിയും. സോ ബാങ്കുകളുടെ കയ്യിൽ എന്ത് കൂടി? സപ്ലൈ കൂടി. സപ്ലൈ കൂടിയിട്ട് ആവശ്യത്തിന് ഡിമാൻഡ് മാർക്കറ്റിൽ ഇല്ല എങ്കിൽ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ ബാങ്കുകൾ സ്വീകരിക്കില്ലേ? സ്വാഭാവികമായിട്ടും ബാങ്കുകൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ കുറച്ച് പലിശ തന്നാൽ മതിയുടെ, നിങ്ങൾ ക്യാഷ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത അല്ലേ മക്കളെ ഉള്ളത്? തീർച്ചയായിട്ടും ആണ്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. പിന്നെ പറയുന്നത് വളരെ തെറ്റാണ്. ഇറ്റ് മേ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ ബാങ്ക് സിസ്റ്റം. ബാങ്ക് സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? SLR കുറയുമ്പോൾ കുറച്ച് പൈസ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. സോ കൂടുതൽ പൈസ ചെലവാക്കാം. സോ ലിക്വിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻ, ഇതിനകത്ത് ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ളത്. മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മോണിറ്ററി പോളിസി എന്നാണ് ചോദിക്കുന്നത്. താഴെ പറഞ്ഞ മോണിറ്ററി പോളിസി ഏത്? ബാങ്ക് റേറ്റ് മോണിറ്ററി പോളിസിയിൽ അതെ, മണിയുമായി ബന്ധപ്പെട്ടതാണ്, ബാങ്കുകൾ എടുക്കുന്നതാണ്. സോ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടത് ആണ് ബാങ്ക് റേറ്റ്, കറക്റ്റ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇല്ലേ, ബാങ്കുകൾ ചെയ്യുന്നല്ലേ, കറക്റ്റ്. ദെൻ പബ്ലിക് ഡെറ്റ് ബാങ്കുകളുടെ അല്ല, അത് സർക്കാരിൻ്റെ ആണ്, അത് ഫിസ്ക്കൽ പോളിസിയാണ്. പബ്ലിക് റവന്യൂ അതും ഫിസ്ക്കൽ പോളിസിയാണ്. സോ 1 and 2 only ആണ് ആൻസർ, 1 and 2 only. സോ ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ, അടുത്ത ആൻസറിലേക്ക് പോവാം. നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, എങ്കിലും ഞാനിങ്ങനെ വെറുതെ പറയുന്നതേ ഉള്ളൂ. Monetary policy. Which of the following is not the most likely measure the government or RBI takes to stop the sliding of Indian rupee? Indian റുപ്പിയുടെ മൂല്യം നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പരിഹരിക്കാൻ വേണ്ടി താഴെ പറയുന്നതിൽ ഏത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. Curbing import or
നോൺ എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് പ്രൊമോട്ടിങ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറയുക. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ വിദേശ നാണ്യം ഇങ്ങോട്ട് വരും. നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, ധാരണയിലേക്ക് വേണ്ട, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ഓപ്ഷൻ വായിക്കാം. എൻകറേജിങ് ഇന്ത്യൻ ബോറോവിങ് ടു ഇഷ്യൂ റുപ്പി ഡിനോട്ടഡ് മസാല ബോൺസ്. ഇന്ത്യയിലുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മോസ്റ്റ് ലൈക്ലി മെഷർ? നോട്ട് ദ മോസ്റ്റ് ലൈക്ലി മെഷർ, താഴെ പറയുന്നവയിൽ ഏതാണ് സർക്കാർ ചെയ്യാത്തതെന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഇന്ത്യൻ റുപ്പിക്ക് മൂല്യം കുറയുന്ന സമയത്ത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് സർക്കാർ ചെയ്യാതിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, എക്സ്പോർട്ട് കൂട്ടുക. തീർച്ചയായിട്ടും എക്സ്പോർട്ട് കൂട്ടുന്നത് ചെയ്യും. കാര്യം ഇന്ത്യൻ മണിക്ക് മൂല്യം കുറയുന്നത് ഇവിടെ ഇന്ത്യൻ മണിക്ക് ഡിമാൻഡ് കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് കൂട്ടം എന്താ സംഭവിക്കുക? നമ്മുടെ ഗുഡ്സ് വിദേശികൾക്ക് വാങ്ങണം. നമ്മുടെ ഗുഡ്സ് വാങ്ങണം എന്ന് വരുമ്പോൾ ദേ ഹാവ് ടു പേ അസ്. അവര് നമുക്ക് പൈസ തരണം. നമുക്ക് പൈസ തരാൻ ഡോളറോ ഇന്ത്യൻ റുപ്പിയോ ഉപയോഗിക്കാം. എനിവേ ഇന്ത്യൻ റുപ്പി വിദേശ രാജ്യങ്ങൾക്ക് കിട്ടിയാലേ ഡോളർ ആയാലും മതി. അതിന് പുറമെ ഇന്ത്യൻ റുപ്പി വെച്ചും വിദേശ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. സോ വിദേശ രാജ്യങ്ങൾക്ക് എന്ത് വേണം? ഇന്ത്യൻ റുപ്പി കൂടുതലായിട്ട് വേണം. സോ ദേ വിൽ ഡിമാൻഡ് മോർ ഇന്ത്യൻ റുപ്പി. സോ ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടും. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റുപ്പിയുടെ മൂല്യവും കൂടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ചെയ്യും എന്നുള്ള കാര്യം, ചെയ്യുന്ന കാര്യമാണ്. രണ്ട്, എൻകറേജിങ് ഇന്ത്യൻസ് ബോറോയിങ് ഇഷ്യൂ റുപ്പീസ് ഡിനോട്ടഡ് മസാല ബോണ്ട്. മസാല ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാര് വിദേശത്തേക്ക് കൊടുക്കുന്ന ബോണ്ടുകളാണ്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ എഴുതിയിരിക്കുന്ന ബോണ്ട് ആയതുകൊണ്ടാണ് ഇതിനെ മസാല ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെന്താണ്? ഈസിങ് കണ്ടീഷൻസ് റിലേറ്റഡ് ടു എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. പുറത്തു നിന്നുള്ള കടം വാങ്ങാനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നാണ് പറയുക. അത് നമ്മൾ ചെയ്യും. കാര്യം നമുക്ക് പുറത്തുള്ള മണി കൂടുതൽ ഇവിടെ വരണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യും. ഫോളോവിങ് ആൻ എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി. നമ്മൾ എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എക്സ്പാൻഷണറി മൊണറ്ററി പോളിസി ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലൊക്കെ കൂടുതൽ ക്യാഷ് എത്തും. കൂടുതൽ ക്യാഷ് എത്തിക്കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷന് കാരണമാവും. ഇൻഫ്ലേഷന് കാരണമായി കഴിഞ്ഞാൽ നമ്മുടെ പൈസയുടെ മൂല്യം കുറയും അല്ലേ? കുറയും. അപ്പോൾ പൊതുവെ അങ്ങനത്തെ ഒരു കാര്യം സർക്കാർ ചെയ്യില്ല. സോ ഈ ഡി ആണ് ഇതിന്റെ ശരിയായ ആൻസർ. സർക്കാർ ചെയ്യാത്ത കാര്യം ഡി ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതൊക്കെ നമുക്ക് വിടുക, നമുക്ക് ഉറപ്പുള്ള സാധനത്തിലേക്ക് നമ്മൾ എത്തുക. സോ ഡി ഒരു കാരണവശാലും സർക്കാർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ചെയ്യാത്ത കാര്യം ഡി ആണ്. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ നമ്മൾ നേരത്തെ എഴുതിയത് ഇപ്പുറത്തേക്ക് പതിഞ്ഞതാണ്. ഓക്കെ. ഇഫ് RBI decided to adopt an expansionary monetary policy, RBI ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ എത്തിക്കാൻ വിചാരിക്കുന്നു, അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, കട്ടിങ് ദ SLR കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ശരിയല്ലേടാ? തീർച്ചയായിട്ടും ശരിയാണ്. അപ്പൊ ഒന്ന് ശരിയാണ്. രണ്ട്, ഇൻക്രീസിങ് MSF റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി, MSF റേറ്റ് കൂട്ടുമെന്നാണ് പറയാം. MSF കൂട്ടുമോ? MSF കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് കൂടുതൽ പൈസ കൊടുത്താലേ പൈസ കിട്ടുള്ളൂ എന്നാണ്. അത് തെറ്റാണ്. ബാങ്കുകൾക്ക് കുറച്ച് പൈസക്ക് ലോൺ കിട്ടണം RBIയിൽ നിന്ന്. അപ്പൊ രണ്ട് വരാൻ പാടില്ല, ഒന്ന് വരണം. ഒന്നുണ്ട്, രണ്ടില്ല. അപ്പൊ ഓപ്ഷൻ സി ആണ്. അടുത്ത ബാങ്ക് റേറ്റ് ആൻഡ് റെപ്പോ റേറ്റ് അല്ലേ? ബാങ്ക് റേറ്റ് റെപ്പോ റേറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഈസിലി മണി അവൈലബിൾ ആവും. സോ എന്ത് സംഭവിക്കും? മണി സപ്ലൈ കൂടും. കണ്ടോ? സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ ഡെറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മോസ്റ്റ് ഓഫ് ഇന്ത്യസ് എക്സ്റ്റേണൽ ഡെറ്റ് ഈസ് ഓൺഡ് ബൈ ഗവൺമെന്റൽ എൻറ്റിറ്റീസ്. തെറ്റാണ്. ഗവൺമെന്റ് പൊതുവെ എന്ത് ചെയ്യാറില്ല? എക്സ്റ്റേണൽ ഡെറ്റ് അങ്ങനെ വാങ്ങാറില്ല. ഓൾ ഓഫ് ഇന്ത്യസ് എക്സ്റ്റേണൽ ഡെറ്റ് ഈസ് ഡിനോട്ടഡ് ഇൻ US ഡോളർ. അങ്ങനെയല്ല. ഇന്ത്യ കൂടുതലായിട്ടും എക്സ്റ്റേണൽ ഡെറ്റ് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ ആരുണ്ട്? US ഡോളർ ഉണ്ട് എന്നുള്ളതാണ്. സോ ബോത്ത്, രണ്ടും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നെയ്തർ വൺ നോർ ടു. രണ്ടും ശരിയില്ല എന്നുള്ളതാണ്. രണ്ടും ശരിയില്ല. സോ ഡി ആണ് ഇവിടെ ശരിയായ ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യ ഡെഫിസിറ്റ് ബഡ്ജറ്റാണ് പിൻപറ്റുന്നതെന്നാണ് പറയുക. Which of the following actions can be taken by the government to reduce the deficit? ഡെഫിസിറ്റ് കുറയ്ക്കണമെങ്കിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ ആക്ഷൻ സ്വീകരിക്കാമെന്നാണ് പറയാം. ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്
റവന്യൂ എക്സ്പെൻഡിച്ചർ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ, കറക്റ്റ്. ഇൻട്രൊഡ്യൂസിങ് ന്യൂ വെൽഫെയർ സ്കീം, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വെൽഫെയർ സ്കീം വന്നു കഴിഞ്ഞാൽ ഈ വെൽഫെയർ സ്കീമിന് കൊടുക്കാൻ വേണ്ടി കൂടുതൽ പൈസ സർക്കാർ ചെലവാക്കണം. സോ എക്സ്പെൻഡിച്ചർ പിന്നെ എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. സോ 2 വരാൻ പാടില്ല. ഓപ്ഷനിൽ 2 ഉള്ളവർ വെട്ടിക്കളയാം. ബി പോട്ടെ, ഡി പോട്ടെ, 1 വരണം. ഓക്കെ, അപ്പൊ 3 റേഷണലൈസിങ് സബ്സിഡീസ് റേഷണലൈസ്, സബ്സിഡി കുറയ്ക്കണം. ശരിയല്ലേടാ, സബ്സിഡി കുറയ്ക്കണം. അപ്പൊ 3 ശരിയാണ്. സോ 1 ഉള്ളിയല്ല, 1 ഉള്ളിയല്ല, എ ആണ് ആൻസർ. ഓക്കെ, എ ആണ് ആൻസർ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Capital expenditure. With reference to the expenditure made by an organization or company, which of the following statement is correct? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. Acquiring new technology is capital expenditure. തീർച്ചയായിട്ടും ശരിയാണ്. കാരണം പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻകം വരും. നമുക്ക് കൂടുതൽ ഇൻകം തരുന്നതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ 1 കറക്റ്റ് ആണ്. Debt financing is considered capital expenditure, while equity financing is considered revenue expenditure. Debt financing എന്ന് പറയുന്നത് നമ്മൾ ഈ ബോണ്ടുകൾ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ്. വൈൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 2 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബോണ്ടുകളും ക്യാപിറ്റലാണ്, ഇക്വിറ്റിയും ക്യാപിറ്റലാണ്. സോ select the correct answer. And the question with reference to the which of the following statement are correct? 2 correct ആണ്, both A and B. So C ആണ് correct ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക, ഉത്തരങ്ങളിലേക്ക് എത്തുക. നോക്കട്ടെ വേറെ ചോദ്യം ഉണ്ടോ നമ്മൾ നോക്കട്ടെ. ചോദ്യമുണ്ട്. മോണിറ്ററി പോളിസിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദ ഫോളോവിങ്. താഴെ പറയുന്നവയിൽ മോണിറ്ററി പോളിസി ഏതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മോണിറ്ററി പോളിസി ടൂൾസ് വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ഇൻഫ്ലേഷൻ പോലെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്ലാസ്സിലൂടെ തന്നെ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു.